അപ്പോൾ നമ്മുടെ നെല്ലിയമ്പാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു റെസിഡൻസി എന്നൊന്ന് പരിചയപ്പെടുത്താം. നമ്മളെ മിഡ്ലാൻഡ് റെസിഡൻസി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെട്ടാ അവിടെ അകത്തേക്ക് കയറിയിട്ട് ഇന്ന് നമ്മളിവിടെ കേട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഫസ്റ്റ് ടൈമാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് മിഡ്ലാൻഡ് എന്ന് പറഞ്ഞൊരു മിഡ്ലാൻഡ് റെസിഡൻസി. മിഡ്ലാൻഡ് എന്ന റെസിഡൻസിയാണ്. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഈ സെൻ്റൊക്കെയാണ്. ചേട്ടാ ഇതിൻ്റെ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഡീറ്റെയിൽ 10-20 പേര് വരികയാണെങ്കിൽ ഹോളോട് കൂടിയിട്ട് 5 റൂമ് ഹോളും കൂടെ കിട്ടും. അതിനൊരു 14,000 രൂപയുടെ ബില്ല് വരും. കിച്ചൺ സൗകര്യം നിങ്ങളെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് കുക്ക് ചെയ്യാൻ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ പിന്നെ മേലുള്ള റൂം ആസ്പെക്ടോസ് ഇട്ട റൂംസാണ്. അതിന് 1,300 രൂപയേ ഉള്ളൂ 3 പേർക്ക്. 5 പേര് വന്നിട്ടുണ്ടെങ്കിൽ 4 പേര് വന്നാൽ 1,500 രൂപ മേടിക്കും. ഇല്ലെങ്കിൽ 2 റൂമും അവിടെ എക്സ്ട്രാ ഒരു ബെഡ്റൂം കൂടെ കൊടുക്കും. അത് ഈ പ്രൈസിൽ നിൽക്കും 1,500 രൂപ. ഓക്കെ. ടോട്ടൽ എത്ര റൂമുണ്ട്? ടോട്ടൽ 12 കട്ടില് 11 മുറികളുണ്ടാവും. അറ്റാച്ച്ഡ്. ടി വി കാര്യങ്ങളൊന്നുമില്ല. വൈഫൈ കണക്ഷൻ ഉണ്ടാവും. കറണ്ട് പോയ ജനറേറ്റർ സപ്പോർട്ട് ചെയ്യും. കണക്കിലുള്ളതാണ് ടി വി. ഗ്രില്ല് നിങ്ങൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാം. കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരണം. കാര്യം സൗകര്യം ചെയ്യാൻ. ക്യാമ്പ് ഫയറിന് സൗകര്യം ഇല്ല. ഇപ്പൊ വിറകിന് ഷോർട്ട് ഉള്ളതുകൊണ്ട് കൊടുക്കാറില്ല. ഓക്കെ. അപ്പൊ നല്ല വൃത്തിയുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി വരാം. ഓക്കെ, താങ്ക്സ്. അപ്പൊ ഞാൻ റൂമിലേക്ക് പോട്ടെ. വെരി ഗുഡ്. ഇതിന്റെ ബാക്കിൽ ഒരു 3 കട്ടിലുള്ള 2 റൂമും കൂടി ഉണ്ട്. അറ്റാച്ച്ഡ് 3 റൂമാണ് ഈ ഹോളോട് കൂടിയിട്ടുള്ളത്. അതിന് 7,000 രൂപ വരും. ഇനി 20 പേർക്ക് കിടക്കാവുന്ന രീതിയിലാണെങ്കിൽ 5 റൂമായിട്ട് വരും. 5 റൂം ഹോളും കൂടി ഉണ്ടാവും. അതിൽ 20 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിന് 14,000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. കാലത്ത് 6:30 മുതൽ 9 മണി വരെ ചൂടുവെള്ളം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സോളാറിൻ്റെ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കിട്ടിയാൽ പിന്നെ 24 മണിക്കൂറും നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നതാണ്. ഭക്ഷണ കാര്യങ്ങളെല്ലാം അടുത്തുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യുക. നല്ല ഹോട്ടലാണ്. ഒരു ഫാമിലി കുക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവാറില്ല. ചൂടുവെള്ളത്തിൻ്റെ ഒരു വിഷയമാണ്, അത് വരും. പിന്നെ കറണ്ട് പോയാൽ സപ്പോർട്ട് ചെയ്യാൻ ജനറേറ്റർ കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. ഓക്കെ. 2024 ഡിസംബർ മാസത്തിൽ നെല്ലിയാമ്പതി യാത്ര പോയപ്പോൾ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകളും പിന്നെ അവിടെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ മിക്കപ്പോഴും വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. കാരണം ഇനി വരുന്നവർക്ക് അതൊരു ഗുണം ചെയ്യട്ടെ എന്ന് കരുതി. അല്ല, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ ഞാനിപ്പോൾ താമസിച്ച റൂമാണ്. വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. വലിയ സെറ്റപ്പ് ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാലും തിരക്കേടില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഡോർമെട്രി ഉണ്ട്. പിന്നെ നമ്മൾ മേളിലേക്ക് കയറി പോകുമ്പോഴാണെങ്കിൽ സൈഡിലൊക്കെ നല്ല തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ. രാത്രിയൊക്കെ ആണെങ്കിൽ കാട്ടുപന്നിയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയൊക്കെയാണ്. ഇതല്ല കാട്ടുപന്നി. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്തൊരു റൂം. അപ്പോൾ പോകുന്നവരാണെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ പോവുക. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ ശനി ഞായർ ദിവസങ്ങൾക്ക് പോകുകയാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.